ഏഞ്ചൽസ് ആർമി ഒരുക്കുന്ന കുടുംബമൊന്നിച്ച് പുൽക്കൂട്ടിലേക്ക്. പറുദീസയിലെ രക്ഷകന്റെ വാഗ്ദാനത്തിൽ തുടങ്ങി രക്ഷാകര ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നു. രക്ഷാകര ചരിത്രത്തിലെ ചില നിർണായക വ്യക്തികളെ ആഴത്തിൽ പരിചയപ്പെട്ടും അവരുടെ വിശ്വാസത്തിന്റെ സവിശേഷതകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുമുള്ള ഒരവസരമാണ് ഈ യാത്ര. ഈ യാത്ര ജോസഫിനോടും മേരിയോടുമൊപ്പം പുൽക്കൂട്ടിലെ ഉണ്ണിയിലെത്തുന്നു. ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു കുടുംബത്തെ ഇന്ന് പരിചയപ്പെടാം. ഉൽപ്പത്തി 7-ാം അധ്യായം 1 മുതൽ 3 വരെയും 5 തിരുവചനങ്ങൾ. കർത്താവ് നോഹയോട് അരുളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക. ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായി കണ്ടിരിക്കുന്നു. ഭൂമുഖത്ത് അവയുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള സർവ്വമൃഗങ്ങളിലും നിന്ന് ആണും പെണ്ണുമായി 7 ജോഡിയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 1 ജോഡിയും ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും കൂടെ കൊണ്ടുപോവുക. കർത്താവ് കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. തിന്മ നിറഞ്ഞ ലോകത്തിൽ നോഹയെ ദൈവം നീതിമാനായി കണ്ടു. പ്രളയത്തിൻ്റെ സാധ്യതയൊന്നുമില്ലാതിരുന്ന കാലത്തിലും നോഹ പെട്ടകം നിർമ്മിക്കുകയാണ്. എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷണത്തിനായി അതിലേക്ക് പ്രവേശിപ്പിച്ച്. നോഹയുടെ കാലം തീർച്ചയായിട്ടും പരിഹസിച്ചിട്ടുണ്ടാകണം നോഹയെ. നമ്മുടെ കാലഘട്ടത്തിലും നീതിമാന്മാരെ തേടുന്നുണ്ട് ദൈവം. രക്ഷാകര കർമ്മം തുടരുവാനായി നോഹയുടെ കുടുംബത്തിലൂടെ രക്ഷാകര കർമ്മം ദൈവം തുടരുകയായിരുന്നു. നീതി എന്നത് അപരന് അർഹിക്കുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. പ്രപഞ്ചവും മനുഷ്യനും മൃഗങ്ങളൊക്കെയും സംരക്ഷണത്തിനായി നമുക്ക് മുൻപിൽ നീട്ടാതെ നീട്ടപ്പെടുന്ന കരമായി നിശബ്ദ ശബ്ദമായിട്ടൊക്കെ അണയുന്നുണ്ട് ദൈവം അയക്കുന്ന കാര്യസ്ഥന്മാരെ പോലെ. അണച്ചു പിടിക്കാനും സംരക്ഷിക്കാനാകുമോ നമുക്ക്? ഈ ഒരു ക്രിസ്തുമസ് ഒരുക്കം ഒരു സമഗ്രതയിലേക്കുള്ള ഒരുക്കമാകട്ടെ. ഈശോ ജനിച്ച് ഒരു നീതിമാനായി വളർന്ന് നമ്മുടെ പ്രപഞ്ചത്തെ, നാം ആയിരിക്കുന്ന വീടിനെ, സമൂഹത്തെ സംരക്ഷിക്കുന്ന ഉപ്പായി പ്രകാശമായി തീരുന്ന ഒരു ക്രിസ്ത്യാനി. റോമിലൊരു പാപ്പായ ഉണ്ടായിരുന്നു. അടുത്തൊരു മനുഷ്യൻ പട്ടിണി കിടന്ന് മരിച്ചപ്പോൾ കുർബാന അർപ്പിക്കാൻ പോലും തനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു നിലവിളിച്ചൊരു പാപ്പ. നമുക്ക് പരിചയമുള്ള ഗാന്ധിജി തനിക്ക് അർഹതയുള്ള വെള്ളം ഇത്ര ലിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ഗ്ലാസ് പോലും ഉപയോഗിക്കില്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഈ നീതിബോധം നമുക്ക് വീട്ടിൽ നിന്ന് തുടങ്ങാം. നാം ഉപയോഗിക്കുന്ന വസ്ത്രവും നാം ഉപയോഗിക്കുന്ന വാഹനം, നമ്മുടെ ഭക്ഷണം, ഈശോയെ ഓർത്ത്, സഹോദരങ്ങളെ ഓർത്ത്, പ്രപഞ്ചത്തെ ഓർത്ത് സ്വാർത്ഥതയിൽ നിന്നകന്ന് നിസ്വാർത്ഥതയിലേക്കും സ്നേഹത്തിലേക്കും. നോഹയുടെ കുടുംബം എങ്ങനെയാണ് ദൈവത്തെ സന്തോഷിപ്പിച്ചതെന്ന് നമ്മൾ കേട്ടില്ലേ? നമ്മുടെ കുടുംബം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ഈ വചനം ഏറ്റുപറയാം. 119-ാം സങ്കീർത്തനം 47-ാം വാക്യം, അങ്ങയുടെ പ്രമാണങ്ങളിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു. നമുക്കിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ദൈവമേ, അങ്ങയെ സന്തോഷിപ്പിക്കുന്നതിൽ